ഹായ് ഓൾ, വെൽക്കം ടു ടെക്നിക്കൽ എഡ്യൂസ് ഓൺ. അപ്പോ നമ്മളുടെ കേരള PSCയുടെ ജൂൺ 23 നടന്ന കമ്മീഷൻ യോഗ തീരുമാനത്തിൽ കുറച്ചധികം തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്നില്ലേ നമുക്ക് നോക്കാം. താഴെ പറയുന്ന 67 തസ്തികയിലേക്ക് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതില് അഞ്ചാമത്തെ പോയിന്റ്, പൊതുമരാമത്ത് വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ, അതായത് PWD-AE സിവിൽ എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് തന്നെ ആവാനാണ് സാധ്യത. പക്ഷേ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണെന്നുണ്ടെങ്കിൽ 2027 മെയ് വരെ എന്താ ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റ് അവിടെ വാലിഡിറ്റി ഉണ്ട്. 2024 മെയ്യിലാണ് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. അപ്പൊ 2027 മെയ് വരെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എന്താ പറയണ്ടേ, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് അല്ല എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. അപ്പൊ അതിൽ നമുക്ക് അവിടെ ഒരു ക്ലാരിറ്റി ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ എനിവേ നമുക്ക് ഇതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ജൂലൈയിലായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ജൂലൈയിലായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ ഇത് 90%, അത് 99% ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് തന്നെ ആയിരിക്കും. പക്ഷെ നമുക്ക് എന്താ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് മാത്രം നമുക്ക് കൂടുതലായിട്ട് പറയാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ KW ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കും ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേപോലെ അവർ PSC കമ്മീഷൻ ഒക്കെ തീരുമാനത്തിൽ ഇതേപോലെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എന്ന രീതിയിൽ തന്നെ വന്നിട്ട് പിന്നെ എന്ത് ചെയ്യാം, അവര് KWയിലുള്ള സർവീസിലുള്ള താഴെ ജോലിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ അങ്ങനെ ഡിപ്പാർട്ട്മെന്റൽ ക്വാട്ട ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാം അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കൺഫേം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.